നമുക്കിന്ന് ഗ്രീഷ്മയുടെ കഥ പറയാം. ഗ്രീഷ്മയുടെ കഥ എന്ന് പറഞ്ഞാൽ പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. വധശിക്ഷ റദ്ദാക്കണം. അത് ഹൈക്കോടതി ഹർജി സമർപ്പിച്ചു. അത് ഫയൽ സ്വീകരിച്ച് സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട് കോടതി. അയാൾക്ക് ഇനി പുറത്തിറങ്ങാം. ഇല്ല, മറ്റേ പിന്നെ വിചാരണ ആളെപ്പോഴേ പുറത്താണ്, നേരത്തെ തന്നെ പുറത്താണ്. ആളുടെ ജാമ്യ ഹർജി ജാമ്യം അനുവദിച്ചു കൊടുത്തിയ വിചാരണ കോടതി, നെയ്യാറ്റിൻകര കോടതി അദ്ദേഹത്തിന് പിന്നെ ജാമ്യം കൊടുത്തിരുന്ന ആ ജാമ്യം ഹൈക്കോടതി ശരിവെച്ചു, ഇന്നലെ ശരിവെച്ചു. ഗ്രീഷ്മ ഇത് റദ്ദാക്കണമെന്നും പറഞ്ഞ് ഹർജി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് 100K ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അതെ, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കേരള സ്പീക്കിൻ്റെ നന്ദി എന്നും ഒപ്പം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ശ്യാമിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റുകൾ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഗ്രീഷ്മയിലേക്ക് നമുക്ക് പോവാം. എന്താണ് ഗ്രീഷ്മയുടെ, ശ്യാം ഇവിടെ പറഞ്ഞാണ് ഗ്രീഷ്മയുടെ ശിക്ഷ ഇളവ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ ബെഞ്ച് ഏതാണെന്ന് അറിയുമ്പോൾ ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ, ഇവരുടെ ബെഞ്ചാണ് ഗ്രീഷ്മയുടെ കേസിൽ ഇതിപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും അവസാനം വന്ന പ്രധാനപ്പെട്ട വാർത്തയായി മാറിയ വിധി ഏതാണെന്നറിയോ? അതായത് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളിൽ KV കുഞ്ഞിരാമൻ അടക്കം ഉദുമ MLA മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തത് ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ്. അതായത് 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 14-ാം പ്രതി K മണികണ്ഠൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, അതായത് രാഘവൻ നായർ, പിന്നെ 22-ാം പ്രതി KV ഭാസ്കരൻ, ഇവരുടെയൊക്കെ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത ബെഞ്ചാണ്. ഈ ബെഞ്ചാണത് സ്റ്റേ ചെയ്തത്. ഈ ബെഞ്ച് അത് സ്റ്റേ ചെയ്തുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇവരുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം അതായിരുന്നു. കാസർഗോഡ് പെരിയയിൽ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായിട്ടുള്ള ഇത്രയും പേരുടെ വിധി അന്ന് കോടതി, ഈ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. അതേ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഗ്രീഷ്മയുടെ പിന്നെ ഈ അപേക്ഷ, ഈ ഹർജി വന്നിരിക്കുന്നത്. അതായത് തൻ്റെ ശിക്ഷാവിധി റദ്ദാക്കണം, അല്ല ഇത് ചെയ്യണം എന്നുള്ളതാണ്, വധശിക്ഷ റദ്ദാക്കണം എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ ആവശ്യം. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മ സുപ്രീം കോടതി വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഗ്രീഷ്മ വെയിറ്റ് ചെയ്യും. എത്ര വേണമെങ്കിലും ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഗ്രീഷ്മ. അപ്പോൾ ഗ്രീഷ്മയെ മനസ്സിലാക്കുന്നവർക്ക് അത് കൃത്യമായി അറിയാൻ പറ്റും. അപ്പോൾ ഗ്രീഷ്മയുടെ ഈ കേസിൽ ഗ്രീഷ്മ ഇവിടെ പോകും, ഇവിടുന്ന് സുപ്രീം കോടതിയിലും വേണമെങ്കിൽ ഗ്രീഷ്മ പോകും. എനിക്ക് തോന്നുന്നു ഇത് ഈ ഹൈക്കോടതി തന്നെ ഇതെടുത്ത് കളയും, ഈ വധശിക്ഷ എടുത്ത് കളയും മിക്കവാറും. പിന്നെ ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കോടതികളൊന്നും വധശിക്ഷ ശരിവെക്കുന്നില്ല. മേൽക്കോടതികൾ ആരും ശരിവെക്കുന്നില്ല. ഇവിടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വധശിക്ഷ നടന്നത്. 1991 ഒരു വധശിക്ഷ നടന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു വധശിക്ഷ നടന്നിട്ടില്ല. റിപ്പർ ചന്ദ്രൻ്റെയാണ് ഏറ്റവും അവസാനം നടന്ന വധശിക്ഷ. പിന്നെ ഇങ്ങോട്ട് നടന്നിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ പിന്നെ അട്ടക്കുളങ്ങര ജയിലിലാണ് കിടക്കുന്നത്. മറ്റേ റഫീഖ ബീവി അവിടെ കിടപ്പുണ്ട്. റഫീഖ ബീവി അതിനു മുമ്പുള്ള ഒരുപാട് വർഷം മുമ്പുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ട റഫീഖ ബീവി അവിടെ കിടപ്പുണ്ട്. പിന്നെ കൊല്ലത്ത് കിടന്ന കേസിലെ പ്രതി, അവരെ പിന്നെ വധശിക്ഷ ഒഴിവാക്കി വിട്ടത്. എനിക്ക് തോന്നുന്നില്ല വധശിക്ഷയൊന്നും നിലനിന്ന് പോവില്ല. ഹൈക്കോടതി തന്നെ അത് മിക്കവാറും ഒഴിവാക്കി വിടും. ഇതിപ്പം മരവിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മരവിപ്പിക്കാനുള്ള വധശിക്ഷാ തീരുമാനം മരവിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഇനി ഉള്ള പ്രോസസ്സ് വേഗത്തിലാക്കുക എന്നുള്ളതാണ്. അതായത് അപ്പീൽ പ്രോസസ്സ് വേഗത്തിലാക്കി കൊണ്ടുപോവുക. വധശിക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അപ്പീൽ പ്രോസസ്സ് ലേറ്റാവും. അപ്പീലിനുള്ള പരിപാടികളുണ്ടല്ലോ കേസിൽ. അപ്പീൽ വധശിക്ഷ നിൽക്കുകയാണെങ്കിൽ പ്രോസസ്സ് സമയമെടുക്കും. പ്രോസസ്സ് സമയമെടുക്കേണ്ടി വരും. അപ്പോൾ ആ പ്രോസസ്സ് വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ ഉദ്ദേശം. ഇവരുടെ അഭിഭാഷകർ അന്നേ പറഞ്ഞിരുന്നു,
ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളത്. ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മ കോടതിയിൽ വാദിച്ചത് ഷാരോൺ വീട്ടിലെത്തി, ഭീഷണിപ്പെടുത്തി, ആക്രമിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. വീട്ടിൽ കയറി ആക്രമിച്ചു, സ്വയരക്ഷാർത്ഥമാണ് പിന്നെ ഷാരോണിന് ഈ സ്വയരക്ഷാർത്ഥം സംഭവിച്ചതാണ് ഈ കൊലപാതകം എന്നതായിരുന്നു ഗ്രീഷ്മയുടെ കോടതിയിലെ വാദം. ആ വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്ന് കോടതി വിലയിരുത്തി. കാരണം ഒരാളെ ആക്രമിക്കുമ്പോൾ തിരിച്ചുള്ള ആക്രമണം അയാൾക്ക് സ്നേഹപൂർവ്വം വിഷം കൊടുക്കുന്നതല്ലല്ലോ. അതാണ് കോടതി വിലയിരുത്തിയ ഒരു കാര്യം. അവരെ ഗ്രീഷ്മ പിന്നെ ഷാരോണിനെ ആക്രമിച്ചു, അല്ല ഷാരോൺ ഗ്രീഷ്മയെ ആക്രമിച്ചു. സോ പ്രതികാരം എങ്ങനെയാണ്? പിന്നീട് അക്രമത്തിൽ ആക്രമിക്കപ്പെട്ട് ഇരിക്കുന്ന ഗ്രീഷ്മ കൊടുക്കുന്ന കഷായം ഷാരോൺ വാങ്ങി പിന്നെ കുടിക്കില്ലല്ലോ എന്നാണ് അന്ന് വിലയിരുത്തിയത്. അത് ആ ഒരു വാദം ആയതുകൊണ്ടാണ് കോടതി അതിൽ കയറി പിടിച്ച് ആ രീതിയിൽ പോയത്. മാത്രമല്ല ആ സമയത്ത് ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ മറ്റ് ആയുധങ്ങൾ എടുത്താണല്ലോ ആക്രമിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഗ്രീഷ്മ ഒരിക്കലും കൊടുക്കുന്ന കഷായം എടുത്ത് ഷാരോൺ എന്നാ രണ്ടാടി എനിക്ക് കിട്ടിയതല്ലേ എന്നാ നീ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിച്ച് ഷാരോൺ കുടിക്കില്ലല്ലോ എന്നുള്ള ഇങ്ങനെയുള്ള വിലയിരുത്തലുകളൊക്കെ ഈ കേസിൽ ഇതിന്റെ വിചാരണ വേളയിൽ ഉണ്ടായതാണ്. ഇതിന്റെ വിചാരണ എന്ന് പറയുന്നത് 98 സാക്ഷികൾ ഉണ്ടായിരുന്ന വിചാരണയാണ്. ഏതാണ്ട് 1 വർഷത്തിലധികം നീണ്ടുപോയ വിചാരണ. അപ്പോൾ അത്രയും വിചാരണയിൽ ഇത്രയധികം പേരെ പിന്നെ വിസ്തരിച്ചപ്പോൾ ഉണ്ടായ പല പല കാര്യങ്ങളും കോടതി വിലയിരുത്തുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് പിന്നെ ജസ്റ്റിസ് പിന്നെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. പിന്നെ നിർമ്മലകുമാരൻ നായരുടെ അത് 3 വർഷ ശിക്ഷയാണെങ്കിൽ ജാമ്യം കിട്ടും. 3 വർഷ ശിക്ഷയാണെങ്കിൽ കോടതി ജാമ്യം കൊടുക്കും. അപ്പീലിന് പോകാനുള്ള അവസരം എന്നുള്ള നിലയിൽ ജാമ്യം കൊടുത്തു വിടും. അത് ജയിലിലേക്ക് പോകേണ്ടി വരത്തില്ല. ഇവിടെ പല കൊലക്കേസിലെയും കൂട്ടുനിന്ന് അതായത് പ്രതികളെ പിന്നെ ഒളിക്കാൻ സഹായിച്ചു എന്ന വകുപ്പ് ചുമത്തി ഒരുപാട് കൊലക്കേസുകളിൽ ഈ കൂട്ടുപ്രതികളെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് 3 വർഷം തടവ്. അവരെല്ലാവരും പുറത്താണ്. അവരാരും അങ്ങനെ അകത്ത് പോയിട്ടില്ല. അവരെല്ലാവരും അപ്പീൽ എന്നുള്ള നിലയിൽ ജാമ്യം 2 ആൾ ജാമ്യം ഇതും വെച്ചിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരും പുറത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഗ്രീഷ്മയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം വധശിക്ഷ ഒന്നിൽ ഹൈക്കോടതി തന്നെ കളയരുത്. അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 80% കൂടുതൽ ഹൈക്കോടതി വധശിക്ഷ വേണ്ട എന്ന് പറയും. ഇത് നമ്മൾ മറ്റൊരു കാര്യമുള്ള സാഹിത്യ ലോകത്തും വലിയ ചർച്ചയാണ്. ഇപ്പോൾ KR മീരയും അതുപോലെ തന്നെ നമ്മൾ രാഹുൽ ഈശ്വർ, KR മീര ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതായത് നേരെ തിരിച്ചാണെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഷാരോണാണ് ഗ്രീഷ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തിയതെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ, ആ അവസ്ഥ കൊണ്ടാണ് ചെയ്തത് എന്ന് പറയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഷാരോൺ ടോക്സിക് ആയിരുന്നു, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഗ്രീഷ്മയെ അനുകൂലിക്കുന്ന ആളുകളുടെ വാദം. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട്. ടോക്സിക് ആയ ഒരാളെ അങ്ങനെ കൊലപ്പെടുത്താമോ? അതും ക്രൂരമായി കൊലപ്പെടുത്താമോ? അയാളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ മാറി നിൽക്കുക എന്നുള്ളതാണ്. മാറിപ്പോവുക, വഴിമാറിപ്പോവുക, നമ്മൾ അവരുടെ വഴിയെ പോകാതിരിക്കുക. അയാൾ ടോക്സിക് ആയ ആളെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്നെങ്കിൽ ഈ ടോക്സിക് ആയ ആളിനേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള ആൾ അല്ലെങ്കിൽ ആ മൈൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ തീരുമാനിക്കുന്നത്. അത് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയ്ക്ക് അത്യാവശ്യം ക്രിമിനൽ ബുദ്ധി ഉണ്ട്. ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണ്. അത് ഈ പറയുന്ന ഇവിടെ DYSP ഓഫീസിൽ വെച്ചിട്ടാണ് ഇതെടുത്ത് ഫിനോയിലെടുത്ത് കുടിച്ചത്. അത് ഒരു അടപ്പിൻ്റെ ഏതാനും ഭാഗം മാത്രം. അത് വളരെ വ്യക്തമായിട്ട് ഗ്രീഷ്മയ്ക്ക് അറിയാം. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പണി മേടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് വളരെ കുറച്ച് കഴിച്ച ശേഷം പുറത്തിറങ്ങി താനിത് കഴിച്ചെന്ന് വനിതാ ഓഫീസറോട് പറഞ്ഞത് തന്നെ ഗ്രീഷ്മയാണ്. വനിതാ സിവിൽ പോലീസ് ഓഫീസറോട് പറഞ്ഞത് തന്നെ ഗ്രീഷ്മയാണ്. അത് കേട്ട ഉടനെ പോലീസ് ഗ്രീഷ്മയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി. തൽക്കാലം ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുക, അതായത് സമയം കിട്ടുക, അതായിരുന്നു ഗ്രീഷ്മയുടെ അന്നത്തെ ഉദ്ദേശം. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ആലോചിക്കാനുള്ള ടൈം ഇത് ഗ്രീഷ്മ പ്രതീക്ഷിക്കുന്നില്ല. അത് ഈ കോടതി വിധിയിലുമുണ്ട്. കോടതി വിധിയിൽ പ്രതി താൻ തന്നെ കുരുക്കാനുള്ള തെളിവുകൾ ചുമക്കുകയാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത. എന്നാണ് ഈ കേസിന്റെ ശിക്ഷാവിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വിലയിരുത്തിയതാണ്. ഈ ഒരു കാര്യം വിലയിരുത്തിയിട്ടുണ്ട്. അതായത് ഗ്രീഷ്മ പോലും അറിഞ്ഞില്ല തനിക്കുള്ള കുരുക്ക് പെട്ടെന്നൊരു ദിവസം മുറുകും എന്നുള്ളത്. അത്രയും ടൈം കിട്ടും. പിന്നെ കുറച്ചുകൂടെ ടൈം കിട്ടിയിരുന്നെങ്കിൽ, അതായത് അന്ന് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താതെ പിന്നെ നമ്മുടെ തിരുവനന്തപുരം റൂറൽ SP ഓഫീസിലേക്കാണ് വിളിച്ചു വരുത്തിയത്. റൂറൽ SP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്ന് ചോദ്യം ചെയ്ത് പിന്നെ വിട്ടയച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ കുറച്ചുകൂടി ബുദ്ധി പ്രയോഗിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
പിന്നെ ഗ്രീഷ്മ ലക്ഷ്യം നേടാൻ വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണ്. മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ദീർഘകാലം ജയിലിൽ കിടന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് 1-2 ദിവസം ഉണ്ടാകും എന്നുള്ളതല്ലാതെ ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നും ജയിലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കുറേ പാനിക് ആവുക അങ്ങനെയുള്ള ഒരു സാധനം ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകില്ല. മാത്രമല്ല പിന്നെ ആ ലേഡി ഓഫീസർ പറഞ്ഞതുപോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ് ഈ ഗ്രീഷ്മ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണ് ഗ്രീഷ്മ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കാത്തിരിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇത് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് തന്നെ അപ്പീൽ പ്രോസസ്സിലേക്ക് പോകാനും അപ്പീൽ നേടിയെടുക്കാനും അപ്പീൽ തള്ളുകയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുവാനും പറ്റും. അത് ഇവിടെ തള്ളിയാലും സുപ്രീം കോടതിയിൽ നിന്ന് കുറച്ചുകൂടെ ശിക്ഷ ഇളവ് പ്രായം പരിഗണിച്ചുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത് വൈകാരികമായതുകൊണ്ടാണ്. നെയ്യാറ്റിൻകര കോടതിയിൽ അത് വൈകാരികമാണ്. ഈ വിഷയം വൈകാരികമാണ്. അവിടെ അത്രയും സാക്ഷികളെ ഹാജരാക്കാൻ പിന്നെ പ്രോസിക്യൂഷന് സാധിച്ചു. സാക്ഷികളിൽ ഒരാൾ പോലും കൂറുമാറാതെ ഗ്രീഷ്മയ്ക്കെതിരെ മൊഴി പറഞ്ഞു. ഇനി ഇവരെല്ലാവരും കൂടെ ചെന്ന് അവിടെ ഈ പറയുന്ന പോലെ കേസിൻ്റെ എല്ലാ മെറിറ്റും പരിശോധിക്കുമല്ലോ. സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഇത് അവരുടെ മുന്നിൽ വരുന്ന ഒരുപാട് കേസുകളിൽ ഒരെണ്ണം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിനകത്ത് 6 കേസുകൾ മാത്രമാണ് സുപ്രീം കോടതി ശരിവെച്ചു കൊടുത്തത്. എല്ലാ സംസ്ഥാനത്തു നിന്നും കൂടെ വരുന്ന വധശിക്ഷകളിൽ 6 മാത്രമാണ് ശരിവെച്ചത്. ഒരു 10 പതിറ്റാണ്ടിൽ കാലമായിട്ട് 6 കേസുകൾ മാത്രമേ ശരിവെച്ചിട്ടുള്ളൂ. അതിന് രാഷ്ട്രപതിയുടെ മുന്നിലും അവസരമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതി നിലവിലെ സാഹചര്യത്തിൽ വധശിക്ഷയെ പ്രോത്സാഹിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ടെററിസ്റ്റ് അറ്റാക്ക് പോലെയുള്ള രാജ്യത്തെ മൊത്തം വൈകാരികമായി ബാധിക്കുന്ന കേസുകളിലെ പ്രതികൾ ഈ പറയുന്ന 6 പേരിൽ ഉണ്ടെങ്കിൽ അവരുടെ മാത്രം ശരിവെച്ചു കൊടുക്കും. അജ്മൽ കസബും അഫ്സൽ ഗുരുവും ഒക്കെ തൂക്കിലേറ്റപ്പെടേണ്ടവരാണ് എന്ന് ഈ രാജ്യം പൂർണ്ണമായും ആഗ്രഹിച്ചിരുന്നു എന്ന് രാജ്യത്തിൻ്റെ ഈ പറയുന്ന പോലെ എന്താ പറയുക പരമോന്നത അധികാരിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരുടെ വധശിക്ഷയിൽ അന്ന് ഒപ്പിട്ട് കൊടുത്തത്. അവരുടെ വധശിക്ഷയിൽ അങ്ങനെയാണ് ഒപ്പിട്ടത്. ഗ്രീഷ്മ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ശത്രുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ പറയുന്ന പോലെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കുറച്ച് ഈ പറയുന്ന പോലെ ഒരു ഏരിയയിലെ ആളുകൾക്ക് വൈകാരികമായി എടുത്ത ഒരു കേസാണ്. അതുകൊണ്ട് ഗ്രീഷ്മ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കുറച്ച് വർഷങ്ങൾക്കകം ഇറങ്ങി വരാൻ പറ്റും. അത് പതിയെ ഈ പറയുന്ന വധശിക്ഷ വിധിച്ചവരെ സുപ്രീം കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. വധശിക്ഷ വിധിച്ച് പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് വധശിക്ഷ വിധിച്ച് നേരെ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ആ സുപ്രീം കോടതി അവിടെ നിന്ന് വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ വിട്ട കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഈ എന്തായാലും നമുക്ക് ഇന്നിപ്പം അത് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഗ്രീഷ്മയുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. കുറച്ചുകൂടി അറിയാൻ പറ്റും. സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഗ്രീഷ്മ ഉദ്ദേശിച്ചത്. എന്തായാലും നമുക്ക് നോക്കിക്കാണാം എന്താണ് ഗ്രീഷ്മയ്ക്കയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന്. ഗ്രീഷ്മയ്ക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ. ഗ്രീഷ്മ ഫാൻസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഗ്രീഷ്മ ഫാൻസ് ഒക്കെ ഉണ്ട്. ഈ ഗ്രീഷ്മയ്ക്കെതിരെ എന്തെങ്കിലും പറയുന്നവർക്കൊക്കെ ഇവനും കൂടെ കുറച്ച് കഷായം നമ്മൾ കലക്കി കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കാര്യമായിട്ട് ഗ്രീഷ്മയ്ക്ക് എതിരായിട്ട് വരുന്ന വാർത്തയുടെ താഴെ ഗ്രീഷ്മയെ അനുകൂലിച്ച് ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ടെന്ന് ഇത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അവരുടെയൊക്കെ മെയിൻ സ്ട്രീം ചാനലിലെ നമ്പർ 1 ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു ഗ്രീഷ്മയ്ക്ക് എതിരായിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് അനുകൂലിച്ചും അതേ രീതിയിൽ കമൻസ് വരുന്നുണ്ട്. അതായത് ഗ്രീഷ്മ ഒരു ടോക്സിക് റിലേഷനിൽ പെട്ടുപോയ കുട്ടിയാണ്. അതാണ് ഈ വലിയ എഴുത്തുകാരും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി നിൽക്കുകയല്ലേ. അനുകൂലമായി നിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ അനുകൂലമായി നിൽക്കുന്നുണ്ട്. ഇനി ഇവരെല്ലാവരും കൂടെ ഗ്രീഷ്മയ്ക്ക് കേസ് നടത്താൻ വേണ്ടി പൈസ പിരിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരണം, ഹാരം, പടക്കം ഇതൊക്കെ ആയിട്ട് സ്വീകരിച്ച് ആനയിക്കുമെന്ന് അറിയാൻ വയ്യ. ഞാൻ ഈ സമീപകാലത്ത് ഈ അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുവാൻ വേണ്ടി കാത്തിരുന്നതും ഏറ്റവും കൂടുതൽ മീഡിയയുടെ തിരക്ക് ഉണ്ടായതും ഗ്രീഷ്മ ഇറങ്ങിയപ്പോഴാണ്. ഈ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഗ്രീഷ്മ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഏറ്റവും വലിയ, അതായത് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, അത്രയും വലിയ തിരക്കായിരുന്നു. അത് മാത്രമല്ല, മാധ്യമങ്ങൾ മാത്രമല്ല, നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു. ഒരു വൻ ജനാവലിയായിരുന്നു. ശരി, എന്തായാലും നോക്കാം. ശരി.